ഹലോ, കുറേ നേരമായിട്ട് ഞാൻ ദാ ഇവിടെ പവലിയനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എനിക്കൊരാഗ്രഹം, പുറത്തിറങ്ങി കലോത്സവ വേദികളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നടക്കുമ്പോൾ ഒരു പരിചയം തോന്നുന്ന ഒരു 20-കാരനായ ഒരു ഇന്നസെൻ്റ് ആയ ചെറുപ്പക്കാരനെ ഞാൻ കണ്ടുമുട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ്റെ മുഖഛായ തോന്നി. ആളോട് സംസാരിച്ചപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ ആരോ ആണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, പേരെന്താ? പേര് ഇന്നസെന്റ് സോണറ്റ്. ആഹാ, പേരും ഇന്നസെന്റ്. നടൻ ഇന്നസെന്റുമായി എന്താണ് ബന്ധം? ഞാൻ ഇന്നസെന്റിന്റെ പേരക്കുട്ടിയാണ്. പേരക്കുട്ടിയാണ്. അതാണ്, സംസാരിക്കുമ്പോൾ പോലും എനിക്ക് അതേ ഫീലുണ്ട്. അതായത് ഇന്നസെന്റ് സാർ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ ഉണ്ട്. താങ്ക് യു. കലോത്സവ വേദിയിൽ ആദ്യമായിട്ടാണോ എത്തുന്നത്? അതെ, ആദ്യമായിട്ടാണ്. ഞാൻ കലോത്സവമൊക്കെ കാണാൻ വന്നതാണ്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇന്നസെന്റ് എന്ത് ചെയ്യുമോ അപ്പോ? ഞാനിപ്പോൾ ഡിഗ്രി 3rd ഇയർ ക്രൈസ്റ്റ് കോളേജിൽ ഇരിഞ്ഞാലക്കുട തന്നെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്. കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഞാൻ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ ചെറുപ്പത്തിലെ ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളൂ. മോണോ ആക്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എനിക്ക് ഈ സൗണ്ട് കേട്ടിട്ട് ഇന്നസെന്റ് സാറ് കുറച്ച് ചെറുപ്പത്തിൽ എങ്ങനെ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലുണ്ട്. സംസാരം അതുപോലാണ്. ഈ ചീക്സും ഒക്കെ ഇന്നസെന്റ് സാറിനെ പോലെ ഉണ്ട്. അപ്പാപ്പനായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? അപ്പാപ്പനായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. അത് ഈ ഒരു അവസരത്തിൽ അങ്ങനെ പറഞ്ഞാൽ ഇത് തീരില്ല. അത്രയധികം നല്ല ഓർമ്മകളാണ്. അപ്പാപ്പൻ ഒരുപാട് നമ്മളെ സ്നേഹിച്ചിരുന്നു. അപ്പാപ്പൻ എന്നും എൻ്റെ ഈ ഹൃദയത്തിൽ എന്നും ഉണ്ടാവും, എൻ്റെ ഒപ്പം ഉണ്ട്. അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ കൊല്ലം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. എനിക്ക് 2 സിനിമകളിൽ അഭിനയിക്കാൻ ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ്. ഞാനൊരു സിനിമ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ഷെഡ്യൂൾ ഈ വരുന്ന 23-ാം തീയതി തുടങ്ങും. എൻ്റെ 2ാമത്തെ സിനിമ ഏപ്രിലായിരിക്കും. പ്രേം പാറ്റ എന്നാണ് ആ സിനിമയുടെ പേര്. പ്രേം പാറ്റ. ഇപ്പോൾ പൂർത്തിയായ സിനിമയുടെ പേര് ഹായ് ഗായ്സ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. എന്താ ക്യാരക്ടർ? എന്താ? ഒരു +2 വിദ്യാർത്ഥിയായിട്ടാണ്. ഓക്കേ, മെയിൻ ലീഡാണോ? മെയിൻ ലീഡാണ്. അടിപൊളി, അതിന്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. അപ്പോ എന്താ ആഗ്രഹം? സിനിമ നടനാവാൻ തന്നെയായിരുന്നോ? അതെ. അപ്പൊ 2026 ഐശ്വര്യമുള്ള വർഷം തന്നെയാണ്. അതെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാട്ട് പാടുമെന്ന് ഞാൻ അറിഞ്ഞു. അഭിനയിക്കാൻ മാത്രമല്ല, പാട്ട് പാടാനും കുട്ടിക്ക് അറിയാം. 2 വരി ആയാലോ? നമുക്ക് ഒരുമിച്ച് പാടാം. അത് വേണോ? ഏത് പാട്ടാ പാടുന്നത്? കടുങ്കാപ്പി എന്ന് പറയുന്ന പാട്ട് പാടാം. പറയാതെ പറയുന്ന. അതെ. ഓക്കെ, പാടിക്കോ. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടൻ കണ്ണിൽ. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടൻ കണ്ണിൽ. കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട്, പറയാനായി പലതും കാത്തുവച്ചതെല്ലാം നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ. ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു, നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ. ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു. താങ്ക് യു. നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. നന്നായിട്ട് പാടുന്നുണ്ട്. ഇനി എന്തൊക്കെ റോളുകൾ ചെയ്യണമെന്ന് ആഗ്രഹം? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ റോളും ചെയ്യും. ശരി, അപ്പാപ്പൻ ഏതെങ്കിലും സിനിമാ ഡയലോഗുകളൊന്ന് പറയാൻ പറ്റുമോ? അത് വേണോ? വേണ്ട, ഒന്ന് ട്രൈ ചെയ്യാനേ. വേണ്ട. ശരി, അപ്പാപ്പന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാ, അല്ലെങ്കിൽ ക്യാരക്ടർ ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടം കല്യാണരാമനിലെ പോഞ്ഞിക്കര എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പോഞ്ഞിക്കര. അത് ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടോ. ഇപ്പോഴും നമ്മുടെ വാട്സപ്പ് സ്റ്റിക്കർ ആയിക്കോട്ടെ, ട്രോളുകളായിക്കോട്ടെ, ഇന്നസെന്റ് സാറിനെ മറന്നൊരു ട്രോള് പോലും ഇല്ല അല്ലേ? പോഞ്ഞിക്കരയെ ഓർക്കാത്ത മലയാളികളുണ്ടോ? യെസ്. വീട്ടില് അച്ഛൻ, അമ്മ, അവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഒരാളെ ഉള്ളോ? ഇല്ലില്ല, ഞങ്ങൾ 2 പേരാണ്. ഞങ്ങൾ ട്വിൻസ് ആണ്. ഞാനും എൻ്റെ സിസ്റ്ററും. അന്ന സോണറ്റ്. അന്ന എന്ത് ചെയ്യുവാണ്? അവള് ഡിഗ്രി 3rd ഇയർ ക്രൈസ്റ്റിൽ തന്നെ. ശരി. ഈ കലാലയ ജീവിതം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ടോട്ടലി വൈബാണ്. തൃശ്ശൂർ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? കലോത്സവം തന്നെയാണ്. അപ്പൊ തൃശ്ശൂർ പൂരം പോലെ തന്നെ കലോത്സവം ആയാലും
ഒരു ഉത്സവം പോലെ തന്നെയാണ് തൃശ്ശൂരുകാർ അത് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. ആ അപ്പോൾ ഇനി ഒരുപാട് പേര് മത്സരിക്കുന്ന ഒരു അരങ്ങാണ്. ഒരുപാട് പേർക്ക് സിനിമ സ്വപ്നം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ മത്സരിക്കുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടണമെന്നൊന്നും ഇല്ല അല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നസെൻ്റ് ഒരു ജെൻസി കിഡാണ്. അപ്പോൾ ജെൻസി കിഡ്സിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? നമ്മളിപ്പോൾ കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ജയോ തോൽവിയല്ല, അതിൽ പങ്കെടുക്കുക. നമ്മൾക്ക് ദൈവം നമ്മൾ ജയിപ്പിക്കും, ഉറപ്പാണ്. എന്തെങ്കിലും നമ്മൾ നമ്മുടെ ചെയ്യുന്നതിൽ 100% അവിടെ കാണിച്ചാൽ മതി. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചിരിക്കും. ഒരു 20കാരൻ്റെ വായിൽ നിന്നുമാണ് ഇത്തരം നല്ല വാക്കുകൾ വന്നത്. അതായത് 100% ആത്മാർത്ഥത പുലർത്തുക. അതെ അതെ. യെസ്, താങ്ക് യു സോ മച്ച് ഇന്നസെന്റ് സോണറ്റ്.